നമസ്കാരം. രണ്ട് മേജർ ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് കരുതി പങ്കുവെക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഒന്ന്, നമ്മുടെ സുമതി വളവ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. സുമതി വളവ് വേൾഡ് വൈഡ് 15 കോടിയോളം രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം. സുമതി വളവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സുമതി വളവിന്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ഞാൻ കൊടുത്തേക്കാം, അവിടെ കയറി കണ്ടാൽ മതി. സുമതി വളവിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എന്തുകൊണ്ട് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ സകലമാന കാരണങ്ങളും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ സുമതി വളവിന്റെ സെക്കൻഡ് പാർട്ട്, സുമതി വളവ് 2 എന്നാണ് എന്നെ പേരിട്ടേക്കുന്നത്, അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഒരു പക്ഷേ സുമതി എങ്ങനെയാണ് മരണപ്പെട്ടത്, അതിന്റെ കാരണങ്ങൾ ഈ പറയുന്ന ഈ സിനിമയ്ക്കകത്ത്, സുമതി വളവ് എന്ന സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്ന പറഞ്ഞു പോകുന്ന ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആയിരിക്കാം ഇനി സുമതി വളവ് 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിക്കാൻ പോകുന്ന, എന്താണെന്ന് അറിയില്ല. എന്തായാലും സുമതി വളവ് 2 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തേത്, ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന SS രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് നായകനാവുന്ന സിനിമ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണെന്നാണ് SS രാജമൗലി തന്നെ ഒരു ഫോറിൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ എന്തോ ഒരു ഫസ്റ്റ് റിവ്യൂല് നവംബർ മാസം, ഈ വർഷം നവംബർ മാസം വരാനിരിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്ററോട് കൂടിയ ഒരു കുറിപ്പ് രാജമൗലി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിടിലനൊരു പോസ്റ്റർ ഉണ്ട്, ഒരു കഴുത്തിലിങ്ങനെ രുദ്രാക്ഷമാല, മഹേഷ് ബാബുവിന്റെ ഒരു ഫേസ് കാണിക്കാത്തൊരു ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ കഴുത്തെ കൂടെ ഇങ്ങനെ രുദ്രാക്ഷമാല ഇട്ടിട്ട് അതിന്റെ താഴെ ഈ ശിവന്റെ നെറ്റിക്കുള്ള 3 കുറികളും അതുപോലെ തൃശൂലവും പിന്നെ താഴെ ഒരു കാളയും, അങ്ങനത്തെ ഒരു മാലയുടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് പോസ്റ്ററിനകത്ത് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു പോസ്റ്റർ തന്നെയാണ്. അപ്പോൾ നവംബർ മാസത്തിൽ ഈ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂല് വരും എന്നാണ് രാജമൗലി അനുസരിക്കുന്നത്. അതിന്റെ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഡിയർ സിനിമ ലവേഴ്സ് in India and around the world, as well as fans of Mahesh, it has been a while since we began shooting and we appreciate your eagerness to know about the film. However, the story and the scope of the film are so vast that I feel mere pictures or press conferences cannot do it justice. We are currently working on something to showcase the essence, depth and immersive world we are creating. This will be unveiled in November 2025 and we are trying to make it a never before seen reveal. Thank you all for your patience. SS രാജമൗലി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കുറിപ്പിനകത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സിനിമ ഒന്നടങ്കം എല്ലാ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഫാൻസ് എന്നോ അല്ലാത്ത ആളുകളെന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന സിനിമയാണ്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഈ സിനിമ എന്ന് റിലീസ് ചെയ്യും എന്ന് ഒരുപക്ഷെ ഈ ഒരു റിവ്യൂയിലൂടെ നമുക്ക് ഇതിന്റെ ടൈറ്റിലും കൂടി എന്താണ് സിനിമയുടെ പേര് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുമായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ 2 അപ്ഡേറ്റുകളാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.